ഹായ്, വൈൽഡ് ഒരു HYPASHIELD W95 മാസ്ക് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. എന്തായാലും ഇത് മുഴുവനായിട്ട് കാണുക. മുഴുവനായിട്ട് കാണാതെ കുറച്ച് കണ്ടതുകൊണ്ട് കാര്യമില്ല, കാരണം സത്യസന്ധമായ റിവ്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടാലേ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. നിലവിൽ വെറുതെ ഫോട്ടോ കാണിച്ചിട്ടുള്ള റിവ്യൂ അല്ല, അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുള്ള അങ്ങനെ റിവ്യൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സത്യസന്ധമായി എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ധരിക്കുമ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് 100% സത്യസന്ധമായ റിവ്യൂ ആയിരിക്കും. നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇത് 30 പ്രാവശ്യം, ഈ മാസ്ക് 30 പ്രാവശ്യം വാഷ് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. അത് കൃത്യമായിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഡെയിലി മാസ്ക് ധരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ 200 രൂപ 199 രൂപേൻ്റെ മാസ്ക് നിങ്ങൾക്ക് 30 ദിവസം ഇടാൻ പറ്റുള്ളൂ. 30 ദിവസം കഴിഞ്ഞാൽ നിങ്ങളത് അതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് കമ്പനി പറയുന്നത്. 30 വാഷ്, അതാണ് ഇവർ പറയുന്നത്. 6 ലെയറായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. 6 ലെയറിൽ 2 മെൽറ്റ് ഡൗൺ പീസ് വരുന്നുണ്ട്. ഈ മാസ്ക് വരുന്നത് 3 സൈസിലാണ്. ഒന്ന് ലാർജ്, മീഡിയം, സ്മാൾ. ഇതിലാണ് ഈ മാസ്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് പൊട്ടിച്ച് നോക്കാം. eBay കാർട്ടൂണിലാണ് വന്നിട്ടുള്ളത്, പക്ഷെ ഞാൻ പ്രൈവറ്റായിട്ട് മറ്റേ കമ്പനി നേരിട്ട് വരുത്തിയതാണ്. എന്തായാലും നമുക്കത് നോക്കാം, പൊട്ടിച്ച് നോക്കാം. ഞാൻ 3 എണ്ണമാണ് മേടിച്ചത്. 3ഉം ലാർജ് തന്നെയായിരുന്നു മേടിച്ചത്. അപ്പോൾ നിങ്ങളെന്തായാലും ലാർജ് തന്നെയാണ് ഞാൻ മേടിച്ചതെന്ന് പറയുമ്പോൾ എന്തോ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ലാസ്റ്റ് മനസ്സിലാവും എന്താ സംഭവിച്ചതെന്ന്. 3 ലാർജ്. ഞാൻ ഓർഡർ കൊടുത്തത് 2 ബ്ലാക്ക് 1 ബ്ലൂ. എനിക്ക് വന്നത് 1 ബ്ലാക്ക് 2 ബ്ലൂ. അപ്പോൾ നോക്കാം നമുക്കുണ്ടാവും. ഞാൻ ഓർഡർ കൊടുത്ത പ്രകാരം 3 ലാർജാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കവറിൻ്റെ പുറത്ത് 3 എണ്ണത്തിലും ലാർജ് എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ പൊട്ടിച്ച് നോക്കുമ്പോൾ 1 സ്മാള്, 1 എം, 1 ലാർജ്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയലൊന്നും കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്. 6 കുറച്ച് പൊടിയൊക്കെ ഉണ്ട് തോന്നുന്നു, കെട്ടിപ്പഴക്കുള്ളതാണോ സംശയമുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു തട്ടി ഒന്ന് പെട്ടെന്ന് ശരിക്കും ഇതൊന്ന് ഒരു പ്രാവശ്യം വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കണം നല്ലത്. ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ലാർജാണ്. ലാർജ് ഫിറ്റാണ്, നല്ല ഫിറ്റാണ്. ഇത് ഈ ഗ്ലാസ് സ്പെക്ക് വെക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്ന് വരുന്നുണ്ട് അതിന്. സ്പെക്ക് വെക്കുന്നവർക്ക് ബുദ്ധിമുട്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ വില കൂടിയ മാസ്ക് ആകുമ്പോൾ സ്പെക്ക് വെക്കുമ്പോൾ അതിലേക്ക് എയർ വരില്ല എന്നൊക്കെ പറയുന്നത്. ഒരു മഞ്ഞ് മൂടിയ മോഡൽ വരുന്നുണ്ട്. എന്തായാലും നമുക്കത് മുഴുവനായിട്ട് കാണാം. കണ്ണടൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണ്. വൈറ്റ് ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്, പെട്ടെന്ന് ചെളിയാവുന്ന. എന്തായാലും ഡെയിലി കഴിയുന്നതാണല്ലോ, പ്രശ്നമൊന്നുമില്ല. എല്ലാം പറയണമല്ലോ. എൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളും ലോഗോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ആ ഉള്ളിൽ നിന്നുള്ള വൈറ്റ് കുറച്ച് ലൂസുള്ള പോലെ തോന്നുന്നുണ്ട്. എന്തായാലും അത് നമ്മൾ ധരിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. സ്റ്റിച്ചിങ് കാര്യങ്ങൾ, ഉള്ളിലുള്ള മെറ്റീരിയൽ എല്ലാം നല്ലതാണ്. മറ്റൊരു കാര്യം, ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ് ഒക്കെ സുഖമാകുന്ന മറ്റുള്ള മാസ്കിൻ്റെ മോഡലൊന്നുമല്ല. ഒരു ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ കണ്ണട വെക്കുന്ന ആളായതുകൊണ്ട് കണ്ണടയിലേക്ക് ഇതിൻ്റെ ഒരു നമ്മൾ ശ്വാസം വിടുമ്പോൾ കണ്ണട ഉണ്ടല്ലോ, ഒരു വൈറ്റ് മഞ്ഞ് മൂടിയ മോഡൽ വരുന്നത്, അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നോസ് പിൻ ഉണ്ട് അതിന്, എന്നാലും ആ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. റേറ്റ് കുറച്ച് കൂടുതലാണ്. 200 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസ്കിന് 200 രൂപ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. ഏത് വലിയ ബ്രാൻഡായാലും എന്ത് ബ്രാൻഡായാലും 200 രൂപ എന്നുള്ളത് കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ മാസ്കിൻ്റെ കാര്യത്തിൽ ഷോപ്പുകാരൊക്കെ എടുക്കുന്ന ലാഭം എന്ന് പറഞ്ഞാൽ 200%, 300% ഒക്കെയാണ് ലാഭം എടുക്കുന്നത്. ഒരുപാട് കൂടുതലല്ലേ എന്ന് ഞാൻ ആലോചിക്കുന്നു. 200%, 300% ഒക്കെ ലാഭം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വിറ്റാലും ഒരു 50% ലാഭം. ഓക്കെ, നമ്മൾ ഇറക്കിയ മുതലിൻ്റെ ഒരു 50%. ഇപ്പോൾ 100 രൂപ അവർ മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു 150 രൂപ. അതൊക്കെയാണ് അതിൻ്റെ ന്യായമായിട്ടുള്ള കാര്യം. പക്ഷേ ഇതിൽ
200-300% ലാഭം എടുക്കുന്നുണ്ട് ഓരോരുത്തരും. MRP ഇതിൽ 199 ചിലർ വിൽക്കുന്നത് 100 രൂപക്ക് ഒറിജിനൽ തന്നെ, ചിലർ 100 രൂപക്ക് വിൽക്കുന്നുണ്ട് ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ. അപ്പോൾ എല്ലാ മാസ്കൊക്കെ നിർമ്മാണം ചെയ്യുന്ന ആളുകൾ ഇത് നമ്മൾ ജനങ്ങളെ പൊട്ടനാക്കിയിട്ടുള്ളൊരു കളികൾ അത് നല്ലതല്ല. കാരണം ഇത്രയും വില കൊടുത്തിട്ട് മാസ്ക് വാങ്ങുക അതൊക്കെ ഒരു മോശമാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗം ഒരു ലൂസുള്ള പോലെ തോന്നുന്നുണ്ട്, ഒരു ചെറിയൊരു ഗ്യാപ്പുള്ള പോലെ. ഒരു പീസ് 199 മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഇത് തരുന്നില്ല. അങ്ങനെ വിചാരിച്ചിട്ട് ആരും ഇതിലേക്ക് പോകണ്ട. ഏത് ബ്രാൻഡഡ് ആയാലും 199 കൊടുത്തിട്ടുള്ളൊരു ഇതില്ല. കാരണം പറഞ്ഞു വരുന്നത് ഇതിൻ്റെ താഴെ ഭാഗം ഒരു ഗ്യാപ്പുള്ള പോലെ, കൈവച്ച ഭാഗം ഉണ്ടല്ലേ, ഒരു ഗ്യാപ്പ്, ഒരു എന്തോ ഒരു വൃത്തിയില്ല ആ ഭാഗം. അവിടെ എന്തോ ഒരു ലൂസൊക്കെ ഉള്ള മോഡൽ തോന്നുന്നുണ്ട്. സൈഡൊക്കെ നല്ല പക്കായിട്ട് നിൽക്കുന്നുണ്ട്, 2 സൈഡ് ഭാഗങ്ങളൊക്കെ. പിന്നെ നോസ് പിന്നിൻ്റെ അവിടെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ. ഈ സ്പെക്കൊക്കെ വെക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഫോഗ് വരുന്നുണ്ട്. ഞാൻ ഫോഗ് വരില്ല എന്ന് കരുതിയിട്ടാണ് ഇത് മേടിച്ചത് ഫസ്റ്റ്. പക്ഷെ ഫോഗ് ഉള്ളിലോട്ട് വരുന്നുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇവർ എഴുതിയിട്ടുണ്ട് ഫോഗ് മിനിമൽ എന്ന്, കുറച്ചേ ഉള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാണുന്നില്ലേ, ആ ഭാഗം ഫോഗ് വന്നതാണ്. എങ്ങനെ നോസ് പിന്ന് വെച്ചിട്ടും ഫോഗ് വരുന്നുണ്ട് കുറച്ച് ഭാഗം. ആ പേന വെക്കുന്ന ഭാഗം കണ്ടില്ലേ, ശരിക്കും കാണുന്നുണ്ടല്ലോ, വരുന്നുണ്ട്. അത്ര വില കൂടിയതാവുമ്പോൾ ശരിക്കും വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം ശ്വാസം കിട്ടാത്ത പോലെ വരും. അത് കുറച്ച് മുകളിലോട്ട് വെക്കേണ്ടി വരും എന്തായാലും, നോസ് പിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ക്ലിയറാണ്. പക്ഷെ ഒരു സൈസ് കാര്യം ഒക്കെ ശരിയാണ്, വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാർജൊരു വലിയ മുഖ ഷേപ്പുള്ളവർക്ക് പറ്റുള്ളൂ ലാർജ്. കുട്ടികൾക്കും ലേഡീസിനും അതിൻ്റെ മീഡിയം തന്നെ വേണ്ടി വരും എന്തായാലും. മീഡിയം അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഫോഗാണ് കാണുന്നത്. എല്ലാവരും മാസ്ക് വിൽപ്പനയിൽ എല്ലാവരും ഒരു ഒരു മര്യാദയൊക്കെ പാലിച്ച് വിൽക്കാൻ ശ്രമിക്കുക. ഒരു 100% പ്രോഫിറ്റ് എടുത്തോട്ടെ മാക്സിമം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വെറുതെ ഈ കൊറോണ കാലത്ത് അത്രയ്ക്കൊന്നും ലാഭം എടുത്തിട്ട് വിൽക്കരുത്. 100%, അതായത് 100 രൂപക്ക് നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ 200 രൂപക്ക് വിൽക്കാം. അതാണ് ഉദ്ദേശം, 100%. ഇതിൻ്റെ സൈസ് ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. 3 ലാർജാണ് വന്നത്. ലാർജ് വന്നതല്ല, ലാർജാണ് പാക്കിൽ എഴുതിയിട്ടുള്ളത് 3 എണ്ണത്തിൻ്റെ. 2 ബ്ലാക്ക് 1 ബ്ലൂ ആണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതിലിപ്പോൾ 2 ബ്ലൂ 1 ബ്ലാക്കാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് ആ സൈസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ ഒന്ന് ചെറുത് സ്മോൾ, ഇതൊക്കെ ആർക്ക് കൊടുക്കുന്നു, കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും. അത് മീഡിയം, ഇത് മീഡിയമാണ് ബ്ലൂ. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പക്ക നല്ല വൃത്തിയുള്ളത് തന്നെ കേട്ടോ. ഈ ബ്ലാക്ക് ലാർജാണ്. ഇവർ എഴുതിയിട്ടുള്ളത് 3 ലാർജാണ്. നമ്മൾ കറക്റ്റ് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ 3 സൈസാണ്. ഇനിയിപ്പോൾ കമ്പനിയുടെ അടുത്ത് ഇങ്ങനെ തന്നെയാണോ ലാർജൊന്നും എനിക്കറിയാൻ പറ്റില്ല. എന്തായാലും മിസ്റ്റേക്ക് ഉണ്ട്, ഒരു സൈസ് എഴുതിയതിലും
പറഞ്ഞതിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഏതാണ് ലാർജ് ഏതാണ് സ്മാളെന്ന് നമുക്ക് ബോക്സ് കണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. ബോക്സിൽ എഴുതിയിട്ടുള്ളത് എല്ലാം ലാർജാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് എസ് ആണ്, ഇത് മീഡിയം, ഇത് എൽ.